ആത്മീയത അർത്ഥവും അതിരും പ്രഭാഷണം നിർവഹിക്കുന്നത് മുനീർ മദനി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയ പണ്ഡിതന്മാരെ, നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജാമിഅ സലഫിയയുടെ 30ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ സമാപന സമയത്താണ് ഇപ്പോൾ നാം ഉള്ളത്. ആത്മീയത അർത്ഥവും അതിരും എന്ന വിഷയത്തിലാണ് ഇനി അല്പം ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ സന്നിവേശിപ്പിച്ച ഒരു ബോധമാണ് ലോകത്തിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചുള്ള ചിന്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയോടെയാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, പിന്നെ അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയോ നസ്രാനിയോ മജൂസിയോ ഒക്കെ ആക്കി തീർക്കുന്നത്. സൃഷ്ടിപ്പിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. എന്നാൽ കാലാകാലങ്ങളിൽ അല്ലെങ്കിൽ പല കാലങ്ങളിലും മനുഷ്യൻ്റെ മനസ്സിലുള്ള ഈ ബോധം ചൂഷണം ചെയ്യാൻ, ആത്മീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചൂഷണം ചെയ്യാൻ പൗരോഹിത്യം എക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സാഹചര്യം നോക്കുമ്പോൾ തന്നെ മാസങ്ങൾക്ക് നമ്മൾ കേരളത്തിൽ മൊത്തത്തിൽ പത്രങ്ങളിലും ചാനലുകളിലും മറ്റു മീഡിയകളിലുമൊക്കെ ചർച്ചയായത് കരുനാഗപ്പള്ളിയിലെ, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലെ ഒരു സഹോദരി മന്ത്രവാദ ചികിത്സയുടെ പേരിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ എടപ്പാളിൽ നിന്ന് മറ്റൊരു വാർത്തയും വന്നു. മുസ്ലിം സമൂഹത്തിൽ നിന്നായിരുന്നു ഈ രണ്ട് വാർത്തകളും. അത് ശമിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പുളിക്കലിനടുത്ത പ്രദേശത്ത് നിന്ന് മറ്റൊരു സമുദായത്തെ, ആ സമുദായത്തിൽ ഇത് സമാനമായ മറ്റൊരു സംഭവത്തിൽ മരണം സംഭവിച്ചു, കൊലപാതകം സംഭവിച്ചു നാം അറിഞ്ഞു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ഒരു നിലക്കും ആത്മീയ രംഗത്തെ ചൂഷണമെന്നല്ല, ഒരു ചൂഷണത്തെയും അനുവദിക്കുന്നില്ല എന്നത്. പ്രിയമുള്ളവരെ, മുസ്ലിം സമൂഹത്തെ ചർച്ച ചെയ്യുമ്പോൾ, മുസ്ലിം സമൂഹത്തിലുണ്ടാകുന്ന ആത്മീയ രംഗത്തെ അപജയങ്ങളും അതിരുവിടലുകളും ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ അത് ഉണ്ടായി എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇതൊരു ഒരു ദിവസം പെട്ടെന്ന് പൊട്ടിമുളക്കുന്നതല്ല, മറിച്ച് ആസൂത്രിതമായ വർഷങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട അധ്വാനങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരു സമൂഹത്തിന് എന്താണ് ആത്മീയത എന്നറിയില്ലെങ്കിൽ, എന്താണ് അതിൻ്റെ വിവക്ഷ എന്ന് അറിയില്ലെങ്കിൽ, ആത്മീയതയുടെ അതിർവരമ്പുകൾ ഏതൊക്കെയാണെന്ന് സമൂഹത്തിലെ ആളുകൾക്ക് അറിയില്ലെങ്കിൽ, മുസ്ലിം സമൂഹത്തിലെ ആളുകൾക്ക് അറിയില്ലെങ്കിൽ, ആ സമൂഹത്തെ ആ രംഗത്ത് ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമല്ലേ? ആസൂത്രിതമായ ശ്രമങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ രംഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ എന്തെന്നറിയാത്ത, അതിന്റെ വിശദീകരണമാകുന്ന പ്രവാചക ചര്യയുടെ ആശയം എന്തെന്നറിയാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നടന്നിരുന്നു.
നമുക്കറിയാവുന്ന ചരിത്രമല്ലേ. 1924 ആലുവയിൽ വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെതായി ഇന്നും നിലകൊള്ളുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭ രൂപീകരിക്കുന്ന ആ യോഗത്തിലുണ്ടായ ഒരു ചർച്ച, അവിടെ ഉയർന്ന ഒരു ചോദ്യം, അതിനുണ്ടായ മറുപടി, അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഉപയോദ്യം എന്തായിരുന്നു? അവിടെ ചോദ്യം, നമുക്ക് സംഘടന ആവശ്യമാണ്, നല്ലതാണ്, വേണ്ടതാണ്, സൗകര്യമാണ്, പക്ഷേ ആ സംഘടന ഉണ്ടാക്കാൻ എന്താണ് ദലീല് എന്ന് ഒരു പണ്ഡിതൻ അവിടെ ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ അന്ന് മറ്റൊരു സംഘടന ഇല്ലാത്തത് കൊണ്ട് മറ്റു പല ആശയക്കാരും അവിടെയുണ്ട്. ആ ആശയം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയുടെ ചോദ്യമാണ്, എന്താണ് സംഘടന ഉണ്ടാക്കാൻ ദലീല്? ദലീൽ എന്ന് പറഞ്ഞാൽ പ്രമാണം എന്നാണല്ലോ. ഉടനെ മർഹൂം EK മൗലവി മറുപടി പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്ന് ഒരു സമൂഹം ഉണ്ടാകട്ടെ, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, നല്ലതിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം മുസ്ലിമീങ്ങളെ നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ എന്ന് മറുപടിയായി ആയത്തോതി കേൾപ്പിച്ചപ്പോൾ ആ മനുഷ്യന്റെ മറ്റൊരു ചോദ്യം എന്തായിരുന്നു? ഞാൻ ചോദിച്ചത് ദലീലല്ലേ, നിങ്ങൾ ഓതിയത് ആയത്തല്ലേ? ആലോചിക്കണം. അന്ന് ചില വലിയ പണ്ഡിതന്മാരുടെ പോലും ധാരണ പ്രമാണമെന്ന് പറഞ്ഞാൽ, ദലീലെന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെയോ ഫിഖ്ഹിന്റെ കിതാബുകളാണ് എന്നായിരുന്നു. ഇന്ന് അവിടുന്ന് മാറ്റം ഉണ്ടായതല്ല, കേവലം ഉണ്ടായതല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൂർവ്വകാല നേതാക്കന്മാർ, പണ്ഡിതന്മാർ അതിശക്തമായി കേരള മണ്ണിൽ ഓടി നടന്ന് പ്രവർത്തിച്ചത് കൊണ്ട് മാറ്റമുണ്ടായി. ഒന്നാലോചിക്കുക പ്രിയമുള്ളവരെ, ഇന്നും നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു സംഘടനയിലെ ആളുകൾ, മുജാഹിദ് പ്രസ്ഥാനമല്ലാത്ത മറ്റു വിഭാഗത്തിലെ ആളുകൾ, അവർ ഇന്നും ഖുർആൻ പ്രമാണമല്ല, ഹദീസ് ദലീലല്ല എന്ന ധാരണയിലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഏതെല്ലാം അത്തരത്തിലുള്ള ആത്മീയ രംഗത്തെ ചൂഷണ പ്രവർത്തനങ്ങൾ നടക്കുമായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം ഇല്ലാത്തൊരു കേരളത്തിന്റെ ചരിത്രം ആലോചിച്ചു നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനം ഇല്ലാത്ത ഒരു കേരളത്തിന്റെ വർത്തമാനം ആലോചിച്ചു നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിറസാന്നിധ്യമില്ലാത്തൊരു ഭാവി കേരളത്തെ പറ്റി ആലോചിച്ചു നോക്കൂ. എന്തായിരിക്കും ഈ നാടിന്റെ അവസ്ഥ? ഈ രംഗം മാത്രമല്ല, ഇവിടെ ഈ ചൂഷണം ചെയ്യപ്പെടുന്ന വലിയൊരു വിഭാഗം സഹോദരിമാരാണ്, സ്ത്രീജനങ്ങളാണ്. അവരുടെ അവസ്ഥ എന്തായിരുന്നു? 1930 പാസാക്കുകയും ഇന്നുവരെ ഈ 2014 ഈ കാലഘട്ടത്തിൽ വരെ പിൻവലിച്ചിട്ടില്ലാത്ത ഒരു പ്രമേയമുണ്ട്. മണ്ണാർക്കാട് നടന്ന സമസ്തയുടെ സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയം എന്തായിരുന്നു? അത് സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല, അത് ശറഈൽ പ്രത്യേകം പാടില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ ആ സ്ത്രീ ജനങ്ങൾക്ക് അക്ഷരാഭ്യാസം നൽകുന്നതിൽ നിന്ന്, അവർക്ക് വിദ്യ നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ച പ്രമേയം ഇന്നും അത് പിൻവലിച്ചിട്ടില്ല. ആലോചിക്കുക. അത് ശരിയാണെന്ന ധാരണയിൽ ഈ കേരള മണ്ണിലെ മുസ്ലിങ്ങളെങ്ങാനും നിലകൊണ്ടിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഏതെല്ലാം ചൂഷണത്തിന്റെ കഥകളായിരിക്കും പറയാനുണ്ടാവുക? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിറസാന്നിധ്യമുള്ളത് കൊണ്ടല്ലേ, ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടല്ലേ ഇത്രയെങ്കിലും ചുരുങ്ങിയത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ. ഇതേപോലെ ഖുർആൻ പഠിക്കാൻ പാടില്ല എന്ന് പറയുക, തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തിൽ ഖുർആൻ എന്ന പേരിൽ ഒരു പുസ്തകം പച്ച മലയാളത്തിൽ കൊച്ചു കേരളത്തിൽ എഴുതി പ്രസിദ്ധീകരിക്കപ്പെട്ടില്ലേ? എന്തായിരുന്നു അതിന്റെ ഉള്ളടക്കം? ഖുർആൻ പരിഭാഷ ചെയ്യൽ ഹറാമാണ്, മാത്രമല്ല ഓതൽ നിർബന്ധമായതുപോലും ഫാത്തിഹ മാത്രമാണ്. അതിന് തന്നെ അർത്ഥം പഠിക്കുന്നത് നിർബന്ധം പോയിട്ട് പ്രത്യേക സുന്നത്ത് പോലും ഇല്ലെന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന്, അത് മനസ്സിലാക്കുന്നതിൽ നിന്ന്, അതിന്റെ ആശയം ഉൾക്കൊള്ളുന്നതിൽ നിന്ന് ജനങ്ങളെ പിന്നോട്ട് കൊണ്ടുപോയി. ഖുർആൻ ക്ലാസ്സുകളെ സംബന്ധിച്ചുമൊക്കെ അങ്ങനെ തന്നെയാണ്, എല്ലാറ്റിനോടും പിന്തിരിയുന്നു. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ, ഖുർആൻ അറിയാത്ത ഒരു സമൂഹത്തെ, ഹദീസ് അറിയാത്ത ഒരു സമൂഹത്തെ, അക്ഷരാഭ്യാസമില്ലാത്ത സമൂഹത്തെ, പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണെന്ന് അറിയാത്ത സമൂഹത്തെ ചൂഷണം ചെയ്യാൻ, ആത്മീയ രംഗത്ത് ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് പൗരോഹിത്യം മനസ്സിലാക്കുകയും
ആ സ്ഥാനത്ത് അവർക്ക് മാലമൗലിദികളും സബീനയുടെ ഏടുകളും കള്ളക്കഥകളുടെ പുസ്തകങ്ങളും നൽകിയിട്ട് ഇത് പാരായണം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഈ സമൂഹത്തെ കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം അതിശക്തമായി ഉണർന്ന് പ്രവർത്തിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മീയതയുമായി ബന്ധപ്പെട്ട പലതും ഇന്ന് ചൂഷണത്തിന് വിധേയമായി. ഖബർ ഇസ്ലാമിലുണ്ട്, സ്വലാത്ത് ഇസ്ലാമിലുണ്ട്, പ്രവാചക സ്നേഹം ഇസ്ലാമിലുണ്ട്. പക്ഷേ അതൊക്കെ ഓരോന്നും വിവിധങ്ങളായ രൂപത്തിൽ ചൂഷണ ഉപാധികളും വരുമാന മാർഗങ്ങളുമായി തീർന്നില്ലേ, ആക്കി തീർത്തില്ലേ ചില ആളുകൾ, അല്ലേ? ഖബർ ഇസ്ലാമിലുണ്ട്, ഖബർ സിയാറത്തും ഇസ്ലാമിലുണ്ട്. പക്ഷേ ഖബർ കെട്ടിപ്പൊക്കൽ ഇസ്ലാമിലുണ്ടോ? ഇല്ല. അവിടെ കുമ്മായമിടൽ ഇസ്ലാമിലുണ്ടോ? ഇല്ല. അവിടെ പുഷ്പാർച്ചന നടത്തലും അവിടെ നേർച്ച അർപ്പിക്കലും അതുപോലുള്ള കാര്യങ്ങൾ ഇസ്ലാമിലുണ്ടോ? ഇല്ല. അവിടെ ഒരു വരുമാനം, ഖബറിൽ ഒരു വരുമാനം ഇസ്ലാമിലുണ്ടോ? ഇല്ല. അതും ചൂഷണത്തിന്റെ മാർഗമായി. സ്വലാത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കൂലി 10 പ്രതിഫലം 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ അത്? എന്നാൽ ആ സ്വലാത്തും ഒരു വരുമാന മാർഗമാവുകയാണെങ്കിൽ, ആ സ്വലാത്തിന്റെ പേരിൽ ഒരു നഗരം അറിയപ്പെടുകയാണെങ്കിൽ, അതൊരു വരുമാനത്തിന്റെ മാർഗമായിട്ട് ചൂഷണത്തിന്റെ മാർഗമായി ഉപയോഗിക്കുന്നുവെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം സ്വലാത്തിന് എതിരല്ല. സ്വലാത്ത് ചൊല്ലണമെന്ന് പഠിപ്പിക്കുന്നവർ, അത് പ്രചരിപ്പിക്കുന്നവർ, മിമ്പറുകളിലും അതുപോലെ ക്ലാസ്സുകളിലും പഠിപ്പിക്കുന്നവരാണ് മുജാഹിദുകൾ. പക്ഷേ സ്വലാത്ത് അത് ചൂഷണോപാധിയാക്കുന്നത്, വരുമാന മാർഗമാക്കുന്നത് പറ്റില്ലെന്നാണ് ഈ സമൂഹത്തോട് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്. അതേപോലെ നോക്കൂ, നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമോ വേണ്ടയോ? തർക്കമില്ല. ഇവിടെ നമുക്കറിയാം, കേരള മണ്ണിൽ ധാരാളം വാദപ്രതിവാദങ്ങൾ മുജാഹിദുകളും മറുകക്ഷികളും ഒക്കെയായി നടന്നിട്ടുണ്ട്. എവിടെയും വിഷയമായി വന്നിട്ടില്ല പ്രവാചകനെ സ്നേഹിക്കണം എന്നൊരു കൂട്ടർ, പ്രവാചകനെ സ്നേഹിക്കാൻ പാടില്ലെന്ന് മറ്റൊരു കൂട്ടർ. ചർച്ച വന്നിട്ടില്ല. സ്നേഹിക്കണം, അതിൽ തർക്കമില്ല. പക്ഷേ ആ സ്നേഹം ഒരു വരുമാന മാർഗമായി ചൂഷണോപാധിയാക്കി മാറ്റുന്നതിനെ മുജാഹിദ് പ്രസ്ഥാനം അതിശക്തമായി എതിർത്തിട്ടുണ്ട്, എതിർക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എതിർക്കുകയും ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, തർക്കമില്ല. അതിന്റെ പേരിൽ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കൽ ഇസ്ലാമിലില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെന്നും പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ കൊണ്ടുവന്നില്ലേ മുടി? എന്താ പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്നാണ്. സമൂഹം ഒരുപക്ഷെ ഒപ്പം നിന്നിരുന്ന ചില ആളുകൾ അന്ന് കുറച്ചെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടാകാം. ഓരോ ദിവസങ്ങൾ കഴിയും തോറും അത് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഒപ്പമുള്ള ആളുകൾ തന്നെ പറയുകയാണ്, ഇല്ല, ഇത് പ്രവാചകന്റെ മുടിയല്ല എന്നും പറഞ്ഞിട്ട് ഒപ്പമുള്ള ആളുകൾ തന്നെ പറയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നിട്ട് അതിന്റെ പേരിൽ പിരിവുകൾ കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചെടുത്തത്. അത്രേ ആലോചിക്കണം, എന്തൊരു ചൂഷണമാണിത്. അങ്ങനെ അതിന്റെ പേരിൽ എത്ര ബോർഡുകളാ ഉണ്ടായത്. ഷാർ മുബാറക് മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സ് ബോർഡുകൾ വന്നു, അല്ലേ? ഇപ്പൊ നമ്മുടെ കേരള സർക്കാർ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതിന്റെ മുമ്പ്, ഈ ഉത്തരവ് വരുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിന്ന് പല ബോർഡുകൾ, ഫ്ലെക്സ് ബോർഡുകൾ അപ്രത്യക്ഷമായി. ഏത് ബോർഡുകൾ? ഇതാ ഷാർ മുബാറക് മസ്ജിദ് എന്ന് പറഞ്ഞിട്ട്, ആ പള്ളിയെ മസ്ജിദുൽ ആസാർ എന്നും പറഞ്ഞിട്ട് ഒരു പള്ളി ഉണ്ടാക്കാൻ പോകുന്നു, പ്രവാചകന്റെ കേശം സൂക്ഷിക്കാൻ പള്ളി ഉണ്ടാക്കാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് അതാ ബോർഡുകൾ വെച്ചിരുന്നു. പിന്നെ അതാ വെച്ചവർ തന്നെ എടുത്തു മാറ്റുന്നു. എന്തേ? ഫ്ലെക്സ് ബോർഡുകൾ സമൂഹത്തിന്, നാടിന്, മണ്ണിന് ദോഷമുണ്ടാക്കുമെന്ന് കരുതിയിട്ടല്ല, മറിച്ച് ആസൂത്രിതമായ ചില അജണ്ടകൾ നടക്കാതെ പോകുന്നുവോ, സ്വന്തം വിഭാഗത്തിൽ തന്നെ എതിർപ്പുകൾ ഉണ്ടാകുന്നുവോ എന്ന ആശങ്കകൾ കൊണ്ടോ എന്തോ എടുത്തു മാറ്റുകയായിരുന്നു. പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവിടുത്തെ മുടി എന്നും പറഞ്ഞു കൊണ്ടുവന്ന് തട്ടിപ്പ് നടത്താൻ നോക്കി. മാത്രമല്ല, പിന്നെ അതാ വരുന്നു പൊടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ അടിച്ചുവാരി കൂട്ടിയ പൊടിയാണ് എന്നും പറഞ്ഞ പൊടി കൊണ്ടുവരാൻ തുടങ്ങി. ആ പൊടി കൊണ്ടുവന്നു. അതും ചെലവഴിക്കാൻ ശ്രമം നടത്തി. പക്ഷേ അതും വേണ്ട പോലെ ക്ലച്ച് പിടിച്ചില്ല.
ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മുജാഹിദ് പ്രസ്ഥാനമെന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അല്ലേ? വേറെ മന്ത്രത്തിന്റെ പേരിൽ ചൂഷണം. മന്ത്രം ഇസ്ലാമിലുണ്ട്, തർക്കമില്ല. മന്ത്രം ഇസ്ലാമിലുണ്ട്. 1974 കുണ്ടതോട് വെച്ച് നടന്ന സംവാദ വ്യവസ്ഥയിൽ പോലും അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മന്ത്രം ഇസ്ലാമിലുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, മന്ത്രവാദം ഇസ്ലാമിലില്ല. ഇനി ഈ മന്ത്രത്തിന്റെ പേരിൽ തന്നെ മന്ത്രമുണ്ടെന്ന് പറയുമ്പോ അതിന്റെ പേരിൽ അടിയില്ല, തൊഴിയില്ല, ചവിട്ടില്ല, ചങ്കിൽ ചവിട്ടില്ല. അവിടേക്കൊക്കെയല്ലേ ഇപ്പോ ചില പ്രചാരണങ്ങൾ നടക്കുന്നത്. ചങ്കിൽ ചവിട്ടാനും മന്ത്രത്തിന്റെ പേരിൽ അടിക്കാനും ഇടിക്കാനും തൊഴിക്കാനും ഇല്ല. അറിയുക, മുജാഹിദ് പ്രസ്ഥാനം എന്ന പ്രസ്ഥാനം ഈ കേരള മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അനുവദിക്കില്ല അത്തരം കാര്യങ്ങളുടെ പേരിലെ ചൂഷണങ്ങൾ എന്നതും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ഈ രൂപത്തിലുള്ള ഓരോ ചൂഷണങ്ങൾക്കെതിരെയും അതിശക്തമായി മുജാഹിദ് പ്രസ്ഥാനം നിലകൊണ്ടിട്ടുണ്ട്. നേർച്ച നമുക്കറിയാം, ഇസ്ലാമിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ് നേർച്ച. പക്ഷേ അത് അള്ളാഹുവിന്റെ പേരിൽ മാത്രമായിരിക്കണം. ഖബറാളിയുടെ പേരിലാണോ? ശിർക്കാണത്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. ഈ വസ്തുത വളരെ കൃത്യമായി മനസ്സിലാക്കി കൊടുത്തു മുജാഹിദ് പ്രസ്ഥാനം. ഇതാണ് ഈ പ്രസ്ഥാനമെങ്ങാനും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ സമൂഹത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഒരു നിമിഷം നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കുക. ഒരു നിമിഷം ഈ പ്രസ്ഥാനം ഇവിടെ ഇല്ലെന്ന് വിചാരിക്കുക. ഈ ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കുന്ന, ഈ തൗഹീദും സുന്നത്തും പ്രചരിപ്പിക്കുന്ന ഈ പ്രസ്ഥാനമെങ്ങാനും ഇവിടെ ഇല്ലെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഈ നാട്ടിൽ നടക്കുന്ന ആത്മീയ രംഗത്തെ ചൂഷണങ്ങൾ? ആത്മീയത അറിയുമോ ഈ സമൂഹത്തിന്? ആത്മീയതയുടെ അർത്ഥമറിയുമോ ഈ സമൂഹത്തിന്? ആത്മീയതയുടെ അതിർവരമ്പുകൾ അറിയുമോ ഈ സമൂഹത്തിന്? ഇല്ല. അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ. പ്രിയമുള്ളവരെ, ഔലിയാക്കന്മാരുടെ പേരിൽ ധാരാളം നടക്കുന്നുണ്ട് ചൂഷണങ്ങൾ ഈ സമൂഹത്തിൽ. ഞങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച്, മുജാഹിദുകളെ സംബന്ധിച്ച് പറയാറുണ്ട്, മുജാഹിദുകൾക്ക് ഔലിയാക്കളില്ല, ഔലിയാക്കന്മാരോട് അവർക്ക് സ്നേഹമില്ല, ബഹുമാനമില്ല എന്നൊക്കെ പറയാറുണ്ട്. ഔലിയാക്കന്മാരുണ്ട്, തർക്കമില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർക്കൊന്നും ദുഃഖിക്കാനില്ല, പേടിക്കാനില്ല, വിഷമിക്കാനില്ല. അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. അവർ യഥാർത്ഥ വിശ്വാസമുള്ളവരാണ്, തഖ്വയോടെ ജീവിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവർ റമളാനിൽ നോമ്പ് നോൽക്കും, അവർ നിസ്കരിക്കും, അതുപോലെ ആരാധന കർമ്മങ്ങൾ ചെയ്യും, പരമാവധി സുന്നത്തായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഔലിയാക്കന്മാർ എന്ന പേരിൽ പരിചയപ്പെടുത്തപ്പെട്ട പല ആളുകളും റമളാനിൽ ഭക്ഷണം കഴിക്കുന്ന, നോമ്പ് നോൽക്കാതെ ജീവിച്ച ആളുകൾ, അതുപോലെ നമസ്കാരം ഒഴിവാക്കിയ മനുഷ്യന്മാർ, ഈ ആളുകളാണ് ഔലിയാക്കന്മാർ എന്ന പേരിൽ സമൂഹത്തിൽ അറിയപ്പെടുന്നത്. അതിനെതിരെ മുജാഹിദ് പ്രസ്ഥാനം ശബ്ദിച്ചിട്ടുണ്ട്, ശബ്ദിക്കുന്നുണ്ട്, ശബ്ദിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ളവരെ, ജ്യോത്സ്യന്മാർ നാട്ടിൽ വിലസുകയാണ്. അവിടെയും ചൂഷണങ്ങളല്ലേ ജ്യോത്സ്യന്മാർ? നമ്മൾ ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അതാ കാഹിനൻ ഔ അറാഫ. ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അരികിൽ ചെന്നു, അല്ലെങ്കിൽ ഒരു കണക്ക് നോട്ടക്കാരന്റെ അരികിൽ ചെന്നു, ഫസദ്ദഖഹു ബിമാ യഖൂൽ, എന്നിട്ട് അയാൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്തു, എങ്കിൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ അവിശ്വസിച്ചിരിക്കുന്നു. ജ്യോത്സ്യനെ സമീപിച്ച് അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ അവന്റെ സ്ഥിതി ഇതാണ്. ഇനി വെറുതെ ഒന്ന് പോയി, വെറുതെ പോയതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ശൈ. ഒരാൾ ജ്യോത്സ്യന്റെ അരികിൽ ചെന്നു, എന്നിട്ട് അയാളുടെ വല്ല കാര്യങ്ങളും ചോദിച്ചു, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ. അവന്റെ ഒരു നമസ്കാരവും സ്വീകരിക്കപ്പെടില്ല. എത്ര കാലം? 40 ലൈല, 40 ദിവസം അവന്റെ ഒരു നമസ്കാരവും സ്വീകരിക്കപ്പെടില്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലെ ആ സഹോദരി മന്ത്രവാദത്തിന്റെ പേരിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടില്ലേ?
ആ കുടുംബത്തിലെ അംഗങ്ങളെങ്ങാനും ആ സഹോദരിയുടെ പിതാവ്, ആ സഹോദരിയുടെ മാതാവ് ഈ ഹദീസുകളെങ്ങാനും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ ക്രൂരമായ കൊലപാതകം ഒഴിവാക്കാമായിരുന്നില്ലേ? ആ പിതാവും തനിക്ക് ആ കുഞ്ഞ് പറന്നപ്പോ, ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോ ഏതൊരു പിതാവ് സന്തോഷിക്കുന്ന പോലെയും ആ പിതാവും സന്തോഷിച്ചിട്ടുണ്ടാവില്ലേ? ആഹ്ലാദിച്ചിട്ടുണ്ടാവില്ലേ? ആ സന്തോഷം തന്റെ കുടുംബങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടാവില്ലേ? പ്രിയമുള്ളവരെ, അതേ സ്വാഭാവികമാണ്. എങ്കിൽ ആ തന്റെ സ്വന്തം മകളെ കൊലക്ക് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു. പ്രവാചക പുങ്കവൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉണർത്തലെങ്ങാനും ഈ നിർദ്ദേശമെങ്ങാനും കേട്ടിരുന്നെങ്കിൽ, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്. ഇത്തരം ആത്മീയ രംഗത്തെ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രേരിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനോടുമുള്ള ആ ഒരു താല്പര്യമാണ്, ആ ഒരു അവസ്ഥയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഔലിയാക്കന്മാർ വിലസുന്നത് എന്തിന്റെ പേരിലാ? അവർക്ക് ഗൈബ് അറിയാം എന്ന പേരിലാണ്, അവർക്ക് അദൃശ്യങ്ങൾ അറിയാമെന്ന പേരിലാണ്, അല്ലേ? ഔലിയാക്കന്മാരുണ്ട്, തർക്കമില്ല. പക്ഷേ ഗൈബ് അല്ലാഹുവിന് മാത്രമാണ് അറിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. നബിയെ, അങ്ങ് പറയണം ജനങ്ങളോട്, ഗൈബ് അല്ലാഹുവിനല്ലാതെ അറിയില്ല. ആകാശഭൂമിയിൽ ഒരുത്തനും ഗൈബ് അറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വീണ്ടും പറഞ്ഞു, ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. നിങ്ങൾ പറയണം പ്രവാചകരെ, ഞാൻ എനിക്ക് തന്നെ ഉപകാര ഉപദ്രവങ്ങൾ ഉടമപ്പെടുത്തുന്നില്ല അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ. എന്നിട്ടോ, വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ വമാ മസ്സനി യസ്സൂ. നിങ്ങൾ പറയണം റസൂലേ, വലൗ കുൻതു അഅലമുൽ ഗൈബ്, എനിക്കെങ്ങാനും ഗൈബ് അറിയുമായിരുന്നെങ്കിൽ, അദൃശ്യ കാര്യങ്ങൾ എനിക്കറിയുമായിരുന്നെങ്കിൽ, ലസ്തക്തർതു മിനൽ ഖൈർ, ഞാൻ ഖൈർ വർദ്ധിപ്പിക്കുമായിരുന്നു, നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കുമായിരുന്നു. വമാ മസ്സനി യസ്സൂ, എനിക്ക് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരുന്നില്ല. ഇതിന്റെ അർത്ഥമെന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുമോ? ഇല്ല. ആ പ്രവാചകന്റെ ദറജയിലേക്ക് എത്തുമോ? നമ്മുടെ നാട്ടിൽ ബോർഡ് വെച്ചും അല്ലാതെ ഇരിക്കുന്ന ചില ഔലിയാക്കന്മാർ എത്തില്ലല്ലോ. എങ്കിൽ പ്രിയമുള്ളവരെ, അതാണ് ഇസ്ലാമിന്റെ ആശയം. ഇതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവമായി നമുക്കറിയാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ബീവിയെ കുറിച്ച് വ്യഭിചാരോപണം, മുനാഫിഖുകൾ ഉണ്ടാക്കിയ തെറ്റായ ആരോപണം അതിശക്തമായി നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ നിജസ്ഥിതി അറിയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിക്കുന്നൊരു വിഷമമുണ്ട് പ്രിയമുള്ളവരെ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ആ സംഭവത്തിന്റെ ഭാഗം നമുക്ക് കാണാം. എന്താണ്? വഖദ് മക്കസ ശഹ്റൻ ലാ യൂഹാ ഇലൈഹി ഫീ ശൈഇനി ശൈഅ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ വിഷയത്തിൽ പ്രവാചകന് വഹി കിട്ടാതെ ഏകദേശം ഒരു മാസത്തോളം അവിടുന്ന് കഴിച്ചുകൂട്ടി. അങ്ങനെ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടിൽ ഇങ്ങനെ പ്രചാരണം നടക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യയുടെ അരികിൽ ചെന്നുകൊണ്ട് പറയുകയാണ്, യാ ആയിഷ, ആയിഷ, തന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ, ഫഇന്നഹു ബലഗനി അൻകി കദാ വകദാ, നിന്നെ കുറിച്ചിതാ ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു, നീ ഈ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നിതാ ഞാൻ കേട്ടിരിക്കുന്നു, ആളുകൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇൻ കുൻതി ബരീഅതൻ ഫസയുബരിഉകില്ലാഹ്. ആയിഷ, നീ തെറ്റ് ചെയ്തിട്ടില്ല, നിരപരാധിയാണെങ്കിൽ അല്ലാഹു നിന്റെ നിരപരാധിത്വം വെളിവാക്കും. ആയിഷ, നീ വിഷമിക്കണ്ട, നീ ചെയ്തിട്ടില്ലേ, അല്ലാഹു അത് വെളിച്ചത്ത് കൊണ്ടുവരും, നീ വിഷമിക്കണ്ട. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇൻ കുൻതി അൽമംതി ബിദംബിൻ, അല്ല ആയിഷ,
നീ എങ്ങാനും അത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നോക്കണേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, തന്റെ ഭാര്യയോടാണ് പറയുന്നത്, ആയിഷ ബിവിയോടാണ് പറയുന്നത്, ആയിഷ നീ എങ്ങാനും ഇവ പറയുന്ന പോലെ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ഫസ്തഗ്ഫിരില്ലാഹ് വതൂബി ഇലൈഹി, നീ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തണം, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം ആയിഷ. فإنه الله سبحانه وتعالى فإن العبد إذا اعترف بذنبه ثم تاب الله عليه. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റേറ്റ് പറയാൻ അടിമ തയ്യാറാണെങ്കിൽ താബല്ലാഹു അലൈഹി, അവൻ അല്ലാഹു പുറത്തു കൊടുക്കും. ആയിഷ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യഭിചരിച്ചിട്ടില്ലാത്ത തന്റെ ഭാര്യയോട് ആയിഷ ബിവിയോട് പറയുന്നുവെങ്കിൽ പറയൂ പ്രിയമുള്ളവരെ, ഗൈബ് അല്ലാഹുവിന് മാത്രമല്ലേ അറിയുന്നത്. ആയിഷ ബിവി പറയുകയാണ്, എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി, മാത്രമല്ല പിന്നീട് എനിക്ക് കണ്ണീര് അനുഭവപ്പെടാത്ത അവസ്ഥ, അത്രയും വറ്റിപ്പോയ അവസ്ഥ. എന്നിട്ട് മഹദി പറയുകയാണ്, ഞാൻ എന്റെ ഉപ്പയോട് പറഞ്ഞു, വഖുൽതു ലി അബീ, എന്റെ ഉപ്പയോട് ഞാൻ പറഞ്ഞു, അജിബ് അന്നി റസൂലല്ലാഹ്, ഉപ്പ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രവാചകരോടൊന്ന് പറയണം, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ കാര്യം തുറന്ന് പറയണം. ഇത് പറഞ്ഞപ്പോ മഹാൻ പറയുകയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി മാ അദ്രി മാ അഖൂലു ലിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല മോളെ. വീണ്ടും പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഫഖുൽതു ലി ഉമ്മി, ഉമ്മയോട് ഞാൻ പറഞ്ഞു, അജീബി അന്നി റസൂലല്ലാഹ്, ഉമ്മ നിങ്ങളൊന്ന് പറ പ്രവാചകനോട്, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, പറയൂ നിങ്ങൾ പ്രവാചകനോടെന്ന് പറഞ്ഞപ്പോ ആ മഹദിയും പറയുന്നു, വല്ലാഹി മാ അദ്രി മാ അഖൂലു ലിറസൂലില്ലാഹ്, എന്താണ് പ്രവാചകനോട് പറയേണ്ടത് എനിക്കറിയില്ല. നോക്കൂ, നമ്മള് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിജസ്ഥിതി മനസ്സിലായില്ല. പിന്നീട് വഹി വരുന്നു, അപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. മുനാഫിഖുകൾ ഉണ്ടാക്കിയ കള്ളക്കഥയാണെന്ന വസ്തുത അല്ലേ പ്രിയമുള്ളവർ ഞാൻ പറയുന്നത്. ആത്മീയതയുടെ പേരിൽ വിലസിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ചൂഷണങ്ങൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് ഗൈബറിയാം, ഭാവി പറയാം എന്നും പറഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. അള്ളാഹുവിന് മാത്രമാണ് ഗൈബറിയുന്നത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മുജാഹിദ് പ്രസ്ഥാനം അത് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ടാണ് ഇത്രയെങ്കിലും ചുരുങ്ങിയത് എന്ന ആ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് പരിഹാരം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹു പോരെ തന്റെ അടിമക്ക്, റബ്ബ് പോരെ തന്റെ അടിമക്ക്. റബ്ബിന്റെ വല്ലാത്തൊരു ചോദ്യമാണത്. ആ റബ്ബ് പോരെ അല്ലേ? നോക്കൂ, നമ്മള് മഹാനായ ജാബിർ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുന്ന രംഗമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വരുന്നു. സലാം പറഞ്ഞപ്പോൾ ഉണ്ടായ രീതി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണോ? ജാബിർ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണോ? അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു, അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. ആരാണ് അല്ലാഹ്? അല്ലദീ ഇദാ അസ്വാബക ദുർറുൻ ഫദഅൗതഹു കശഫഹു അൻക. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹ് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടായി എങ്കിൽ നീ ആ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവൻ നിന്റെ വിഷമം നിനക്ക് ഇല്ലാതാക്കി തരും. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ റസൂലാണ് ഞാൻ. പിന്നെ വഇൻ അസ്വാബക ആമു സന ഫദഅൗതഹു അംബതഹാ ലക്, ഇനി നിനക്ക് ഒരു ക്ഷാമം നേരിടുന്നു, വരൾച്ച ഉണ്ടാകുന്നു, കൃഷികളൊന്നും ഉണ്ടാകുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായാൽ നീ ആ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നിനക്ക് കൃഷി ഉണ്ടാക്കി തരുന്ന
ചെടികളും സസ്യങ്ങളും മുളപ്പിക്കുന്ന ആ അല്ലാഹുവിന്റെ റസൂലാണ് ഞാൻ. വീണ്ടും പറയുന്നു, വഇദാ കുൻത ബിഅർളിൻ ഖഫ്റാ ഔ ഫലാത്, നീ ഒരു മരുഭൂമിയിലായി, നീ ഒരു വിജനപ്രദേശത്തായി, എങ്കിലോ ഫളല്ലത് റാഹിലതുക്, ആ സമയത്ത് നിന്റെ വാഹനം നഷ്ടപ്പെട്ടു പോയി, നിന്റെ മൃഗം ചാടിപ്പോയി എങ്കിൽ ആ സമയത്ത് ഫദഅഉതഹു റദ്ദഹാ അലൈക, ആ റബ്ബിനോട് നീ അത് മടക്കി കിട്ടാൻ വേണ്ടി ദുആ ചെയ്താൽ റദ്ദഹാ അലൈക, അത് നിനക്ക് മടക്കി തരുന്നവനാണ് അവൻ, അത് നിന്നിലേക്ക് എത്തിക്കുന്നവനാണ് ആ റബ്ബ്. ആ റബ്ബിന്റെ റസൂലാണ് ഞാൻ. അവിടെ ഒരു മുസ്ലിം ജിന്നല്ല പറഞ്ഞത്, ഒരു കാഫിർ ജിൻ അല്ല പറഞ്ഞത്, അല്ലെങ്കിൽ മലക്കിനോടുള്ള ചോദ്യമല്ല പറഞ്ഞത്. ആ റബ്ബിനോട് നീ ദുആ ചെയ്യുന്നുവെങ്കിൽ, ആ റബ്ബിനോട് നീ തേടുന്നുവെങ്കിൽ ആ റബ്ബ് നിനക്കത് മടക്കിക്കൊണ്ടുതരും. അങ്ങനെയുള്ള റബ്ബിന്റെ റസൂലാണ് ഞാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ഉറച്ച വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹിലും മുഹമ്മദ് റസൂലുള്ളാഹിലുമുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ മാത്രമേ ആത്മീയ ചൂഷണങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കൂ. ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക, ഇതാണ് ഇതിന്റെ പരിഹാര മാർഗം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ജാമിഅ സലഫിയയുടെ 30ാം വാർഷിക സമ്മേളനം അതിവിടെ അവസാനിക്കുകയാണ്. അവസാനിക്കുമ്പോൾ, പിരിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ നെഞ്ചിലേറ്റി പോകേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ആശയം സമൂഹത്തിലേക്ക് എത്തിക്കണം. ഇപ്പോഴും ശരിയാണെന്ന് കരുതി ശിർക്കിൽ കഴിയുന്നവരുണ്ട്, അത് ശിർക്കല്ലെന്ന് കരുതി കഴിയുന്നവരുണ്ട്, ബിദ്അത്തിൽ കഴിയുന്നവരുണ്ട്. അവർ അത് ബിദ്അത്തല്ല എന്നാണ് പലരും വിചാരിച്ചത്, പലർക്കും ബിദ്അത്താണ് അറിഞ്ഞിട്ടും ചെയ്യുന്നവരുണ്ട്. ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ മടങ്ങേണ്ടത്. സമൂഹത്തിലേക്ക് അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, ജീർണതകൾക്കെതിരെ, ആത്മീയ രംഗത്തെ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ അതിശക്തമായി നമ്മുടെ നാടുകളിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിന് ഒരു പ്രോത്സാഹനമാകട്ടെ നമ്മുടെ ഈ സമ്മേളനത്തിന് 3 ദിവസത്തെ ഒത്തുചേരൽ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, എതിർപ്പുകൾ ഉണ്ടാകും, കുത്തുവാക്കുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ വിഷമങ്ങൾ ഉണ്ടാകും, അതുപോലെ ശത്രുതയും വിദ്വേഷവും നമുക്കെതിരെ ഉണ്ടാകും. അത് ഇതിന്റെ ചരിത്രമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിട്ടുണ്ട്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിട്ടുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്, സ്വഹാബത്തിന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാർ, സ്വഹാബത്ത്, അവർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആലോചിക്കണം, നമ്മുടെ കേരള മണ്ണിലെ പൂർവ്വകാല മുജാഹിദ് പണ്ഡിതന്മാർ, നേതാക്കന്മാർ തന്നെ എത്ര സഹിച്ചവരാണ് അറിയില്ലേ? ഒരു വിളിപ്പാടകല് തൃപ്പനിച്ചിക്കടുത്ത മുത്തനൂർ എന്ന് പറയുന്ന പ്രദേശം നമുക്കറിയില്ലേ? അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സംഭവം എന്തായിരുന്നു? ഒരു പാവം മൊല്ലാക്ക, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് യഥാർത്ഥമായി സ്വീകരിച്ചു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വീകരിച്ചു, ശിർക്ക് ഒഴിവാക്കി, ബിദ്അത്ത് ഒഴിവാക്കി. എന്താ ഉണ്ടായത്? ആ മനുഷ്യന്റെ മയ്യത്ത് ഖബറടക്കാൻ അവിടെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ സമ്മതിച്ചില്ല. മയ്യത്ത് അവിടെ കൊണ്ടു ചെല്ലുന്നു, തിരിച്ചവരിങ്ങോട്ടും എത്തിക്കുന്നു, വീണ്ടും അങ്ങോട്ട്, വീണ്ടും ഇങ്ങോട്ട്. ദിവസങ്ങൾ അവിടെ ആ മയ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു നോക്കൂ. എന്തായിരിക്കും? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ മയ്യത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ആലോചിക്കണ്ടേ? അദ്ദേഹത്തിനുമില്ലേ നമുക്കുള്ള പോലെ കുടുംബം, നമുക്കുള്ള പോലെ വീട്, നമുക്കുള്ള പോലെ ബന്ധുക്കൾ? ഒന്ന് ആലോചിക്കൂ. നമ്മൾ എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? ആ പള്ളിക്കെതിരെ പ്രവർത്തിച്ചതാണോ? ആ പള്ളിക്ക് ഭാരവാഹികൾക്കെതിരെ എന്തെങ്കിലും ചെയ്തതാണോ? അവരുടെ സമ്പത്ത് അന്യായമായിട്ട് എടുത്തതാണോ? അവരോട് മോശമായി പെരുമാറിയതാണോ? അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പങ്കുകാരില്ല, അവൻ ഏകനാണ്, ലാ ശരീക ല, അവന് പങ്കുകാരില്ല എന്ന് പ്രഖ്യാപിച്ചു. അത് സ്വീകരിച്ചു, അത് തന്റെ നെഞ്ചിലേറ്റി, അത് പ്രഖ്യാപിച്ചു. അതിനു വേണ്ടിയായിരുന്നു, അതിന്റെ പേരിലായിരുന്നു ആ മഹാന്റെ മയ്യത്ത് അങ്ങനെ ചെയ്തത് ആളുകൾ. അതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹിന്റെ പ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ചു.
ബിദ്അത്തിനെതിരെ നിന്നു, സുന്നത്ത് സ്വീകരിച്ചു. അതിന്റെ പേരിലായിരുന്നു ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് അമ്മാതിരി കളി കളിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. പറയുന്നത് പീഡനങ്ങളും പ്രയാസങ്ങളും എതിർപ്പുകളും ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ആ രംഗത്ത് ഉറച്ചു നിൽക്കാനുള്ള ആവേശങ്ങളായിരിക്കണം, അല്ലാതെ പിന്തിരിയലാവാൻ പാടില്ല. ആ രംഗത്ത് ഉറച്ചു നിൽക്കാനുള്ള ആവേശമായിരിക്കണം അത്തരം പ്രയാസങ്ങൾ, അത്തരം കാര്യങ്ങൾ. നമ്മൾ ആലോചിക്കുക, ഒരാൾ പിന്തിരിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ദഅവാ പ്രവർത്തനത്തിൽ നിന്ന് ഒരാൾ പിന്തിരിഞ്ഞാൽ സംഭവിക്കുന്നത് അല്ലാഹുവിന്റെ ദീൻ ഒരു കോട്ടവും സംഭവിക്കില്ല. സംഭവിക്കുന്നത് ആ പിന്തിരിഞ്ഞ മനുഷ്യന് തന്നെയാണ്. എത്ര ആളുകൾ അല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ആ പ്രബോധന രംഗത്തുണ്ടായിരുന്ന പല മനുഷ്യന്മാർ പലതിന്റെ പേര് പോയാൽ പോയവർക്കല്ലേ പോകുന്നത്. ഈ അള്ളാഹുവിന്റെ ദീന് സംഭവിക്കില്ല എന്ന കൃത്യമായ ബോധം നമ്മിൽ ഉണ്ടാവണം. ആ രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള സമൂഹത്തിൽ കൃത്യമായി എത്തിക്കാനുള്ള ആ ഒരു പ്രതിജ്ഞയുമായി അതിശക്തമായി ഇനിയും നാം എത്തിക്കുന്നവരാണ്. ഇനിയും അതിശക്തമായി എത്തിക്കാനുള്ള പ്രതിജ്ഞയുമായിട്ടാകണം നമ്മുടെ മടക്കം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.